46 സീറ്റുകളിൽ ബി.ജെ.പി 23 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടി 46, 23, 1. ഇതേ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പലയിടത്തും ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും ലീഡ് നില അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ചൂലാണ്. അപ്പോൾ ഡൽഹി ജനത ചൂലെടുത്തിരിക്കുന്നു ഒരു തവണ എന്ന് വേണം പറയുവാൻ. പക്ഷേ അത് 2013-ലും 15-ലും 20-ലും സംഭവിച്ച പോലെയല്ല, മറിച്ചാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത കൈവിട്ടിരിക്കുകയാണ്. 23, 46, 1 70 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടിയേക്കാൾ ഇരട്ടി സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ബി.ജെ.പി. ആം ആദ്മി പാർട്ടി 24 സീറ്റായി ഇപ്പോൾ ലീഡ് നില മാറിയിരിക്കുന്നു. ബി.ജെ.പി 45 സീറ്റ്. അപ്പോൾ പോലും കേവല ഭൂരിപക്ഷത്തേക്കാൾ 9 സീറ്റുകൾ അധികമായി ലീഡ് ചെയ്യുന്നുണ്ട് ബി.ജെ.പി. കോൺഗ്രസ് 1 സീറ്റിൽ ഒതുങ്ങുന്നു. ഏതായാലും 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടം മുതലുള്ള ലീഡ് ബി.ജെ.പി. ഇപ്പോഴും നിലനിർത്തുകയാണ്. ഇതൊരു ട്രെൻഡായി നിലവിൽ കണക്കാക്കാം. ഏതായാലും 44 സീറ്റുകളിലാണ് ഇപ്പോൾ ബി.ജെ.പി. ലീഡ് ചെയ്യുന്നത്. 46 നിന്ന് 46 കുറഞ്ഞിരിക്കുന്നു. ആം ആദ്മി പാർട്ടി 44-ലേക്ക് താണിരിക്കുകയാണ്. അതേസമയം ആം ആദ്മി പാർട്ടി 25-ലേക്ക് കയറിയിട്ടുണ്ട്. 1 സീറ്റിൽ കോൺഗ്രസ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. അതായത് ബി.ജെ.പിയുടെ 47 വരെ പരമാവധി സീറ്റുകൾ എത്തിയതാണ്. അവിടെ നിന്നാണ് 44-ലേക്ക് കുറഞ്ഞിരിക്കുന്നത്. പലയിടങ്ങളിലും ചെറിയ ചെറിയ മാർജിനിലാണ് ഇപ്പോഴും ലീഡ് വരുന്നത്. ഒരു 4-5 സീറ്റുകളിലെങ്കിലും ലീഡ് നില മറിയുന്നുണ്ട്. എങ്കിൽ പോലും ബി.ജെ.പിക്ക് ആ ലീഡ് ഏകദേശം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മേഖല തിരിച്ചു നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക മേഖലകളിലും എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ബി.ജെ.പിയുടെ ലീഡാണ് കാണുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിൽ പോലും അവിടെ 5 സീറ്റുകളിൽ ബി.ജെ.പിയും 5 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നു. ആ 5 സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി ജയിച്ച സീറ്റുകളാണ്. ന്യൂനപക്ഷ മേഖലയിൽ മുഴുവൻ സീറ്റുകളിലും ആം ആദ്മി പാർട്ടിയാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അവിടെയാണ് ബി.ജെ.പി കഴിഞ്ഞ തവണ 18 സീറ്റുകളിൽ ഏതാണ്ട് 16 താഴെയാണ് ഭൂരിപക്ഷം. അപ്പോൾ അവിടെയൊക്കെ ഒരുപക്ഷെ എന്തായിരിക്കും ആ മണ്ഡലങ്ങളുടെയൊക്കെ ജനവിധി എന്നുള്ളത് നിർണായകമുണ്ട്. പക്ഷേ ഇതിലൊക്കെ അതൊരു വലിയ ഫാക്ടർ ആവാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉള്ളതാണ്. ഇപ്പോഴും ചെറിയ ചെറിയ ലീഡ് നില പല മണ്ഡലങ്ങളിലും ഉണ്ട്. പക്ഷേ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒരു തവണ പോലും അരവിന്ദ് കേജ്രിവാളിന് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അതീഷി മത്സരിക്കുന്ന കൽക്കാജി മണ്ഡലത്തിൽ അവിടെ അതീഷിക്ക് ഒരു തവണ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. ജൻപുരയിൽ മനീഷ് സിസോദിയ മുൻ ഉപമുഖ്യമന്ത്രി അദ്ദേഹത്തിനും ഒരു തവണ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. 2 or 3 മന്ത്രിമാർ മാത്രമാണ് അല്ലെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഗോപാൽ റായ് ലീഡ് ചെയ്യുന്നുണ്ട്, മുൻ മന്ത്രി സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചുരുക്കം ചിലർ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മുഖം എന്ന് പറയുന്ന അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ്. നിലവിലെ മുഖ്യമന്ത്രി അതിഷി പിന്നിലാണ്. രണ്ടാമൻ ആം ആദ്മി പാർട്ടി കേജ്രിവാൾ കഴിഞ്ഞാൽ ആര് എന്നതിന്റെ ഉത്തരം മനീഷ് സിസോദിയാണ്. ഒരുപക്ഷെ മനീഷ് സിസോദിയ അറസ്റ്റിലാണെങ്കിൽ കേജ്രിവാളിന് പകരം അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്നത്. അദ്ദേഹം പിന്നിലാണ്. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളൊക്കെ തന്നെ പുറകിൽ പോകുന്നു. അങ്ങനെ ഡൽഹി ഏതായാലും ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു എന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ, നിലവിലെ സൂചനകൾ, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അപ്പോൾ 70 സീറ്റുകളിലെ വോട്ടെണ്ണൽ വരുമ്പോൾ, വോട്ടെണ്ണൽ പകുതിയോട് അടുക്കുമ്പോൾ ഏതായാലും 44 സീറ്റുകളിൽ ബി.ജെ.പി., ആം ആദ്മി പാർട്ടി 25, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. മാത്രമല്ല എല്ലാ മേഖലകളും പൂർണ്ണമായി ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു. കാരണം ഈ ചേരി പ്രദേശങ്ങളാണ് എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയുടെ കരുത്ത്. കാരണം ഒരു മധ്യവർഗത്തിന്റെ ആളായിക്കൊണ്ട് അഴിമതി ചേരി പ്രദേശങ്ങളിൽ എടുത്തു പറയേണ്ടത് എല്ലാ സീറ്റുകളിലും ഇല്ലേ, ചേരി പ്രദേശത്ത് 10 കണക്കാക്കുന്നത്. അവിടെ എല്ലാ സീറ്റുകളിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോൾ ജാട്ട് ഇൻഫ്ലുവൻസ് മേഖല നോക്കുകയാണെങ്കിൽ 12 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അവിടെയും മേധാവിത്വം പുലർത്തിയിരിക്കുന്നത് ബി.ജെ.പി. തന്നെയാണ്. മാത്രമല്ല ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് 4 സീറ്റിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വോട്ട് അവിടെ മാത്രമാണ് നേരത്തെ 5 സീറ്റുകളിൽ ബി.ജെ.പി. ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ 4 കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സംഖ്യയിൽ ചെറിയ വ്യത്യാസം വരുന്നത്. ന്യൂനപക്ഷ മേഖലയിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് പലയിടങ്ങളിലും നടക്കുന്നു. നേരത്തെ ബി.ജെ.പി. ലീഡ് ചെയ്താണ്. അവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. ഈ ന്യൂനപക്ഷ മേഖലകളിൽ 5 സീറ്റിൽ ഒരു ഘട്ടത്തിൽ ബി.ജെ.പിക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ 4 സീറ്റുകളായി കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊരു നേട്ടം തന്നെയാണ്. 1 സീറ്റിൽ പോലും കഴിഞ്ഞ തവണ ബി.ജെ.പി. ജയിക്കാത്ത മേഖലയാണ് ന്യൂനപക്ഷ മേഖലകൾ. അവിടെ ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് 4 സീറ്റുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ഡൽഹിയിലും ഇതേ ട്രെൻഡ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂഡൽഹിയിൽ ഏറ്റവും ഒടുവിലത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴും
ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. പർവേഷ് വർമ്മ BJP ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൽക്കാജി അവിടെ അതീഷിയുടെ മണ്ഡലം, മുഖ്യമന്ത്രിയുടെ മണ്ഡലം, അവിടുത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് നോക്കുമ്പോൾ, പുതിയ റൗണ്ട് വരുമ്പോൾ അവിടെ അതീഷി ഇപ്പോഴും പിന്നിലാണ്. അതായത് 1.5 മണിക്കൂറായിട്ട് അതീഷി പിന്നിട്ട് നിൽക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി പിന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു VVIP മണ്ഡലമായ ജംഗ്പുര, അവിടെ മനീഷ് സിസോദിയയുടെ മണ്ഡലമാണ്. അവിടുത്തെ പുതിയ റൗണ്ടിലെ ഫലമനുസരിച്ച് അവിടെ മനീഷ് സിസോദിയ പിന്നിലാണ്. അതായത് സിസോദിയയും കെജ്രിവാളും അതീഷിയും 1.5 മണിക്കൂറായിട്ട് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും ലീഡ് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. ഡൽഹി PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവാണ്. ദേവേന്ദ്ര യാദവ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയും, ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെ കരുതാം. അങ്ങനെ 0-ൽ നിന്ന് 1-ലേക്ക് കോൺഗ്രസിന് വരുവാനും കഴിയും. പക്ഷേ BJPക്ക് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഒരു 42 മുതൽ 48 സീറ്റുകൾ വരെ കിട്ടാം, ഇല്ലേ? ഉറപ്പിച്ച് പറയാം, ഒരു 44-നും 45 ഉറപ്പായും BJPക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. കാരണം പലയിടങ്ങളിലും അവസാന ഘട്ടത്തിലേക്ക് വോട്ടെണ്ണൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 42-നും 46-നും ഒക്കെ ഇടയ്ക്കുള്ള ഈ ഒരു രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ BJPക്ക് കഴിയും. പക്ഷേ 30-ൽ താഴെ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത് ഒരു പക്ഷേ 25-ൽ താഴെ സീറ്റുകളിലേക്ക് പോലും പോയേക്കാം. ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷമുള്ള മോശം പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 2013-ൽ പോലും അവർക്ക് 28 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു നേട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് പോലും വരുമോ എന്നുള്ള കാര്യമാണ് സംശയം. 52 സീറ്റുകളാണ് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്നത്. അതിൽ 52 സീറ്റുകളിൽ മേധാവിത്വം ഉണ്ടായിരുന്നു. അതിലേക്ക് പോകാൻ പറ്റുമോ എന്ന് സംശയമാണ്. പക്ഷേ അതിനടുത്ത മാർജിനിൽ BJP എത്തും എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏകദേശം അതേ ട്രെൻഡ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ ആവർത്തിക്കാൻ പോകുന്നത്. 2014-ലെ ട്രെൻഡ് ആയിരുന്നില്ല 2015-ൽ, നേരെ റിവേഴ്സ് ആയിരുന്നു. 2019-ലെ ട്രെൻഡ് ആയിരുന്നില്ല, 2020-ൽ റിവേഴ്സ് ആയി. പക്ഷേ 2024-ലെ ട്രെൻഡിന് സമാനമായ രീതിയിൽ തന്നെ, അതായത് ലോക്സഭയിൽ മുഴുവൻ സീറ്റുകളും BJP നേടിയപ്പോൾ നിയമസഭയിലും ആ നേട്ടം ആവർത്തിക്കാൻ ഇത്തവണ കഴിയുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഡൽഹിയിൽ, അല്ലേ? അതെ അതെ. മാത്രമല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരൊരു ക്രൂഷ്യലായ ഇലക്ഷൻ ആയിരുന്നു. പല വിഷയങ്ങൾ ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ഒരു ക്ലീൻ ഇമേജ് ആയിട്ടാണ് അവർ ഇലക്ഷനിലേക്ക് പോയതെങ്കിൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഈ വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് സൗജന്യ വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് കളം പിടിക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ അഴിമതി ആളുകൾക്കിടയിൽ ഒരു ഫാക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കില്ല, ഈ സൗജന്യ സേവനങ്ങളിൽ തന്നെ വിശ്വസിക്കും. കാരണം അവരുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ സൗജന്യ ബസ് യാത്ര, അതുപോലെ തന്നെ സൗജന്യമായിട്ട് വെള്ളം, വൈദ്യുതി, ഇതൊക്കെ ഡൽഹി ജനതയുടെ ജീവിത നിലവാരം ഇല്ലേ മെച്ചപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ചെലവ് ചുരുക്കാൻ കുറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷവും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതോ മറ്റൊരു കാര്യം, BJPയുടെ ഫ്രീബീസും ഉണ്ടായിരുന്നു, സൗജന്യ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലും ചിലപ്പോൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിരിക്കും. കാരണം ആ പാർട്ടികളൊക്കെ തന്നെ BJPയും കോൺഗ്രസ് ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ അതേ ശൈലിയിലേക്ക് വരുന്നതും കണ്ടു. കാരണം അഴിമതി മാറി പിന്നീട് ഈ വാഗ്ദാന പെരുമഴ ഡൽഹിയിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പോൾ പോലും ഈ 10 വർഷത്തെ ഭരണം എന്നുള്ള കാര്യം ഒന്നാമതായി അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാം കേജ്രിവാൾ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ, മാത്രമല്ല പലപ്പോഴും നടപ്പാക്കാൻ കഴിയാത്ത പല വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ മാറി ചിന്തിച്ചു എന്ന് വേണം കണക്കാക്കാൻ. കാരണം പരമ്പരാഗതമായി BJPക്ക് ശക്തി